എന്നും അരിപ്പുട്ട് തിന്ന് മടുത്തവർക്കായിട്ട് ഇന്ന് പുതിയൊരു ഐറ്റം ചോളം റവ, അതായത് നമ്മുടെ ചോളത്തിൽ നിന്ന് കോണിൽ നിന്നുണ്ടാക്കുന്ന റവ പോലെ ഇരിക്കുന്ന പുട്ടുണ്ടാക്കാം നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ വറുത്തതാണ്, അപ്പം നമുക്ക് ഇനി വറക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വില അതുപോലെ തന്നെയുണ്ട്. ഏകദേശം നമ്മുടെ സാധാ റവയെക്കാട്ടി ഇരട്ടി വില ഇതിനുണ്ട്. പിന്നെ ഞാൻ അര കിലോയുടെ ഒരു പാക്കറ്റ് മാത്രമേ ഇത് വാങ്ങിച്ചുള്ളൂ. ആദ്യമേ പരീക്ഷിച്ച് നോക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ വലിയ പാക്കറ്റ് വാങ്ങിക്കാമല്ലോ. അത് ഞാൻ ഏകദേശം 1 കപ്പ് എടുത്തു. ആ 1 കപ്പ് തന്നെ വെള്ളം എടുത്തു, കാരണം റവ കുതിർന്ന് കയറുമല്ലോ. അപ്പോൾ ഞാൻ 1 കപ്പ് തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ തേങ്ങ, അതും നമുക്ക് ഇഷ്ടാനുസരണം. ചിലർക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമല്ലായിരിക്കും പുട്ടിനകത്ത്, ചിലർക്ക് കൂടുതൽ ഇടുന്നതായിരിക്കും ഇഷ്ടം. ഞാനിവിടെ ഏകദേശം 2 സ്പൂൺ തേങ്ങ ഇട്ടു. നല്ല പച്ച തേങ്ങയായിരിക്കണം ഇതിന്, അന്നേരമാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇത് അടച്ചു വെച്ചു. കാരണം ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ പെട്ടെന്ന് കട്ടയാകില്ല ഇത്. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ഫില്ലിംഗ് ആണ്. നമുക്കൊരു അരക്കുറ്റി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. അതുപോലെ തന്നെ ചോളത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ. ഫൈബർ കൂടുതൽ അടങ്ങിയൊരു ഫുഡാണ്. അപ്പം നമുക്ക് ഇത് എത്രയും നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്താവോ അത്രയും നമുക്ക് ഫുഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് ഏകദേശം 10 മിനിറ്റ് ഞാനൊന്ന് നന്നായിട്ട് ആവി കയറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റവ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് താമസം വരും. നല്ല സോഫ്റ്റ് പുട്ടാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരു പ്രത്യേക മഞ്ഞ കളർ ആയതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.